ഇനി ഇതിന് അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ തന്നെ 2026 ഫെബ്രുവരിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏപ്രിൽ 1 മുതലുള്ള രണ്ടാമത്തെ സെഷൻ JEE എല്ലാവർക്കും എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോഴും ധാരാളം എതിരഭിപ്രായങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ടാവും. B.Pharm പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ്, എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ്, അല്ലെ മെഡിക്കലിന് പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ്. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ആദ്യം തന്നെ അങ്ങനെ പറഞ്ഞത്. 500 രൂപ മാത്രം ഫീസ് കൊടുത്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന പ്രോഗ്രാം എയിംസ് BSc നഴ്സിംഗിൻ്റെ എക്സാം വഴി നമുക്ക് കിട്ടും. കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ള കുട്ടിക്ക് 1.5 ലക്ഷം രൂപയുള്ള ഫീസ്. പക്ഷെ നമുക്ക് കർണാടകത്തിൽ സ്വകാര്യ മേഖലയിൽ പഠിക്കണമെങ്കിൽ 12 ലക്ഷം രൂപയാണ് ഫീസ്. എങ്കിലും നമുക്ക് മാർക്ക് അല്പം കുറയുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു പ്രവേശനവും ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ ഈ ഫെബ്രുവരിയിൽ തന്നെ കർണാടകയുടെ സൈറ്റിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒന്നും ചെയ്യേണ്ടതില്ല. ഈ ഫെബ്രുവരി മാസത്തിൽ ഗവൺമെൻറ് സീറ്റ് മാത്രമേ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട, KEയുടെ സൈറ്റിൽ അപ്ലൈ ചെയ്യേണ്ട. അപ്പോൾ കുട്ടി കേരളത്തിലായിരിക്കില്ല ജനിച്ചത്, കുട്ടി ചിലപ്പോൾ വിദേശത്തായിരിക്കും ജനിച്ചത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വെക്കേണ്ട പ്രൂഫ് എന്ന് പറയുന്നത് ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിന്റെ 167ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. ശിവൻ സാർ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ +2 ബോർഡ് എക്സാം ഒക്കെ അടുത്ത് വരുന്നൊരു സമയമാണ്. 2026 മാർച്ചിങ് എത്തുന്നു. അതെ. അപ്പോൾ ഈ +2വിന് ശേഷമാണ് ഒരുപക്ഷെ വിദ്യാർത്ഥികൾ എന്തൊക്കെ എൻട്രൻസ് എക്സാമുകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ എൻട്രൻസ് എക്സാമുകളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അവരുടെ അറിവിന് വേണ്ടിയിട്ട് നമുക്ക് പറഞ്ഞു തുടങ്ങാം. നമ്മുടെ പ്രേക്ഷകരാണെങ്കിലും നമുക്കറിയാം, ഈ വർഷം ബോർഡ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുണ്ട്. അതോടൊപ്പം തന്നെ ബോർഡ് എക്സാമിന് ഒരു വർഷത്തിന് ശേഷം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നവരുണ്ട്, റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നവരൊക്കെ ഉണ്ട്. അപ്പം എക്സാമുകളെക്കുറിച്ചും അതിൽ കൂടെ കിട്ടുന്ന സീറ്റുകളെക്കുറിച്ചും ഒക്കെയുള്ള ഒരു അവബോധം തീർച്ചയായിട്ടും ഈ കാലത്തിന് ഏറ്റവും അനിവാര്യമാണ്. കാരണം ഇനി അങ്ങോട്ടുള്ള കാലമെന്ന് പറയുന്നത് ഏറ്റവും ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക, കോഴ്സുകൾക്കും അല്ലെങ്കിൽ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് എന്നൊക്കെ ഉള്ളതിനൊക്കെ അപ്പുറത്തായിട്ട് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ പഠിത്തം, അതിലൂടെ ഒരു വ്യക്തി ഏറ്റവും നല്ലൊരു പ്രൊഫൈലുള്ള നല്ലൊരു വ്യക്തിത്വത്തിനുടമയായി മാറുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഒരു വ്യക്തിക്ക് എത്രത്തോളം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ്. അതൊരു ചെറിയ നമ്മുടെ ഈ സ്റ്റേറ്റിൻ്റെ ലെവലിൽ നിന്ന് കാണാതെ നാഷണൽ ലെവലിൽ നിന്ന് കാണാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലോട്ട് പോകുമ്പോൾ അത് ഇൻ്റർനാഷണൽ ലെവലിലോട്ട് നമുക്ക് ചിന്തിക്കാനൊക്കെ ഉള്ളൊരു കപ്പാസിറ്റി കിട്ടുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ്. ഒരു UG പ്രോഗ്രാം അല്ല ഒരു വ്യക്തിയുടെ കരിയറിനെ മൊത്തം തീരുമാനിക്കേണ്ടത്. പക്ഷേ കരിയറിൽ എന്തായി മാറണമെന്നുള്ള ശക്തമായിട്ടുള്ളൊരു ദിശാബോധം ഒരു UG പ്രോഗ്രാമിൽ നിന്ന് കിട്ടുകയും ചെയ്യണം. അതുകൊണ്ട് എല്ലാ എക്സാമുകളും അറ്റൻഡ് ചെയ്യണമെന്നുള്ളതാണ് നമ്മളെപ്പോഴും എല്ലാ കുട്ടികളോടും പറയാറുള്ളത്. ധാരാളം എക്സാമുകൾ, നമ്മൾ ഏതാണ്ട് 35-ന് മുകളിൽ എക്സാമുകളെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും ഒക്കെ നമ്മുടെ ചാനലിൽ തന്നെ ധാരാളം വീഡിയോകൾ കിടപ്പുണ്ട്. ഒരുമിച്ചുള്ളതുകൊണ്ട് ഓരോ പരീക്ഷയുടേതായിട്ടുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 4-5 എണ്ണം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും JEE തന്നെയാണ്. ഇപ്പോൾ 2026 ജനുവരി 21 ആരംഭിക്കുന്ന JEE, അതിൻ്റെ തന്നെ രണ്ടാമത്തെ ഘട്ടം ഏപ്രിൽ 1 ആരംഭിക്കുന്നു. 2 ഘട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. 2 പരീക്ഷയുടെയും കൂടെ ഉയർന്ന പേഴ്സൻറ്റേജ് സ്കോർ അനുസരിച്ച് രാജ്യത്തെ NITകളിലെ BTech പ്രോഗ്രാമുകൾക്ക്, അതായത് നമ്മുടെ കാലിക്കറ്റും സൂറത്കല്ലും വാറങ്കലും ട്രിച്ചിയൊക്കെ പോലെയുള്ള ദേശീയ പ്രാധാന്യമുള്ള NITകളിലെ BTech സീറ്റുകളാണ് അതിൽ കൂടെ കിട്ടുന്നത്. അപ്പം ഇനി ഇതിന് അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ തന്നെ 2026 ഫെബ്രുവരിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏപ്രിൽ 1 മുതലുള്ള രണ്ടാമത്തെ സെഷൻ JEE എല്ലാവർക്കും എഴുതാനായിട്ട് സാധിക്കും. ഏതാണ്ട് 15 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതുന്നതാണ് JEE. അതിലൂടെ തന്നെ നമുക്ക് IIITകളും സെൻട്രൽ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ധാരാളമുണ്ട്. ഏതാണ്ട് 1.5 ലക്ഷത്തിൽ പരം സീറ്റുകളാണ് ആ ഒരു എക്സാമിൽ നിന്ന് ഫില്ല് ചെയ്യാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല ഇൻബോൺ ടാലൻ്റ് ആയിട്ടുള്ളവർക്കാണ് JEE അഡ്വാൻസ്ഡിനായിട്ട് മെയ് അവസാനത്തെ പരീക്ഷയ്ക്ക് ക്വാളിഫൈ ചെയ്യാനും ഒരു പ്രിലിമിനറി എക്സാം JEE ആണ്. അപ്പോൾ തീർച്ചയായിട്ടും JEE 2 സെക്ഷനിൽ ഏതെങ്കിലും ഒരു സെക്ഷൻ നമ്മുടെ മെഡിക്കൽ വിദ്യാർത്ഥികൾ എഴുതുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ്. ഒന്ന് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ആ ഒരു എക്സാമിൻ്റെ മറ്റൊരു ലെവലിലുള്ളൊരു എക്സാം, മറ്റൊരു നാഷണൽ ലെവലുള്ള എക്സാമിൻ്റെ അറ്റ്മോസ്ഫിയർ, അതുപോലെ അതിൻ്റെ പേഴ്സൻറ്റേജ് സ്കോർ അനുസരിച്ച് ഒരു നല്ല പേഴ്സൻറ്റേജ് സ്കോർ വരികയാണെങ്കിൽ ഒരു നല്ല സ്ഥാപനത്തിൽ പ്രവേശനം ഇപ്പം തന്നെ ഉറപ്പിക്കാൻ സാധിക്കും. അത്
മെഡിക്കൽ പരീക്ഷയ്ക്ക് വരുന്നതിൻ്റെ ഒരു സ്ട്രെസ്സ് കുറയ്ക്കാനും ഇതൊക്കെ സഹായിക്കുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും JEE എഴുതുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ നമുക്ക് ഏപ്രിൽ 15-ാം തീയതിയോടുകൂടി കേരള എഞ്ചിനീയറിംഗ് എക്സാം ആരംഭിക്കുന്നു. അതിൻ്റെ നോട്ടിഫിക്കേഷൻ കേരള എഞ്ചിനീയറിംഗ്, കേരള മെഡിക്കൽ, BPharm, ആർക്കിടെക്ചറിൻ്റെ എല്ലാം കൂടെ ഫെബ്രുവരി 3-ാമത്തെ ആഴ്ചയിൽ കീമിൻ്റെ ആപ്ലിക്കേഷൻ തുടങ്ങും. കേരള എഞ്ചിനീയറിംഗ്, കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലോട്ടുള്ള BTech പ്രവേശനം. BPharm എന്ന് പറയുമ്പം ഫിസിക്സ് കെമിസ്ട്രിയാണ് എൻട്രൻസ് എക്സാം. കേരളത്തിൽ ഓൺലൈൻ എക്സാമാണ്. കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലെയും BPharm ഡിഗ്രി കോഴ്സിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോഴും ധാരാളം എതിരഭിപ്രായങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ടാവും. BPharm പഠിച്ചിട്ട് എന്ത് ചെയ്യാനാ, എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് എന്ത് ചെയ്യാനാ, അല്ലെ മെഡിക്കലിന് പഠിച്ചിട്ട് എന്ത് ചെയ്യാനാ. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ആദ്യം തന്നെ അങ്ങനെ പറഞ്ഞത്. ഒരു UG പ്രോഗ്രാം വെച്ചിട്ടുള്ള ഒരു ജോലി അല്ലെങ്കിൽ ഒരു കരിയറിനെ കുറിച്ചല്ല ഇനിയുള്ള കാലം ചിന്തിക്കേണ്ടത്. അവിടെ നിന്ന് അതൊരു ബേസിക് സ്റ്റഡി ആയിട്ടുള്ളൂ. അവിടെ നിന്നുകൊണ്ട് ഇന്ന് ഏത് പ്രോഗ്രാമിലോട്ടും മാറാം. അഡ്മിനിസ്ട്രേഷൻ ലെവലിലോട്ടോ അല്ലെങ്കിൽ തന്നെ മറ്റുള്ള കോഴ്സുകളിലേക്കോ അതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ വിദേശത്തേക്ക് പോകാനൊക്കെ നമുക്കുള്ള സാധ്യതകളുണ്ട്. അപ്പം UG പ്രോഗ്രാം തിരഞ്ഞെടുക്കുമ്പം ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷന് തന്നെ പ്രാധാന്യം കൊടുക്കുക. കേരള എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ നീറ്റ് എക്സാം എത്തും. മെയ് 3-ാം തീയതി നീറ്റ് എക്സാം വരും. അത് കഴിഞ്ഞാൽ മെയ് 10-ാം തീയതിയോടുകൂടി കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം CUET നടക്കും. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 59 സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ ഡിഗ്രി പ്രോഗ്രാമുകൾ, ഡൽഹിയും ഹൈദരാബാദും IFLUവും പോണ്ടിച്ചേരിയും ഒക്കെയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ 1000-ഓളം ഡിഗ്രി പ്രോഗ്രാമുകൾ. 1000-ഓളം ഡിഗ്രി പ്രോഗ്രാം എന്ന് പറയുമ്പോൾ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് ഏത് തരത്തിലുള്ള പാഷൻ ആണെങ്കിലും ഏത് തരത്തിലുള്ള ആറ്റിറ്റ്യൂഡാണെങ്കിലും അതിന് പറ്റിയ ഡിഗ്രി പ്രോഗ്രാമുകൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി കിട്ടും. അവനവൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് യാതൊരു കുഴപ്പവും വരാത്ത രീതിയിൽ അതിന് എല്ലാവരും അപ്ലൈ ചെയ്യണം. അഗ്രികൾച്ചറിന്, ഓൾ ഇന്ത്യ അഗ്രികൾച്ചറിൻ്റെ പ്രവേശനവും ഈ CUET-യിൽ നിന്ന് തന്നെയാണ്. പിന്നീട് മെയ് 15-ന് ശേഷം JEE അഡ്വാൻസ്ഡ് ഉണ്ട്. ഐസറിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടക്കും. ഐസറിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ നമുക്കറിയാം IISc ബാംഗ്ലൂരിലെ പ്രവേശനം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള അതായത് നാഷണൽ ലെവൽ പ്രാധാന്യമുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജിലോട്ട്, യൂണിവേഴ്സിറ്റിയിലോട്ട്, IISc-ലോട്ട് നമുക്ക് പ്രവേശനം കിട്ടും ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴി. അതുപോലെ തന്നെ നമുക്ക് ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ, അതുപോലെ തന്നെ ഐസറിൻ്റെ എക്സാമുകളൊക്കെ അത് കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. മെഡിക്കലിനെ സംബന്ധിച്ചിടത്തോളം എയിംസ് BSc നേഴ്സിംഗിൻ്റെ എക്സാം ജൂൺ ആദ്യത്തെ ആഴ്ച നടക്കുന്നുണ്ട്. അപ്പം ഒരു പ്രീമിയം ഡൽഹി അല്ലെങ്കിൽ ഋഷികേശ് അല്ലെ റായ്പൂര്, പാറ്റ്ന പോലെയുള്ള ഭുവനേശ്വർ, ഭോപ്പാൽ പോലെയുള്ള 500 രൂപ മാത്രം ഫീസ് കൊടുത്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന പ്രോഗ്രാം എയിംസ് BSc നേഴ്സിംഗിൻ്റെ എക്സാം വഴി നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ വളരെ കുറച്ച് എക്സാമുകളെ കുറിച്ചുള്ളൂ. 35-ൽ പരം എക്സാമുകൾ +2-ന് ശേഷമുള്ളൊരു വിദ്യാർത്ഥിക്ക്, സയൻസ് സ്ട്രീം പഠിച്ചൊരു വിദ്യാർത്ഥിക്ക് എഴുതാനായിട്ട് സാധിക്കും. അതിൽ അവനവന് താല്പര്യമുള്ള ധാരാളം എക്സാമുകൾ എഴുതി അതിലേറ്റവും ദേശീയ പ്രാധാന്യമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എവിടെയാണ് പ്രവേശനം കിട്ടുന്നതെന്ന് നോക്കുക, അത് തിരഞ്ഞെടുക്കുക. അതിനുശേഷം അവനവൻ്റെ കരിയറിൽ ഏത് മേഖലയിലോട്ടും ഇന്ന് കടന്നു ചെല്ലാൻ പറ്റുന്ന രീതിയിലുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവൽ പ്രോഗ്രാമുകളുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഉപരിപഠനം വിദേശത്താണെന്ന് അങ്ങനെയും പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം +2 കഴിഞ്ഞിട്ടുള്ള ഒരു സാധ്യതകൾ നമ്മൾ പണ്ടത്തെ കാലത്ത് നിന്ന് മാറിയിട്ട് പ്ലേസ്മെൻറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ജോലി സാധ്യതയെക്കുറിച്ചോ അല്ലെങ്കിൽ അവനവൻ എന്താകാൻ ആഗ്രഹിച്ചെന്നുള്ളൊരു മേഖല എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പഠനം ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാകുന്നു ഈ 2026 കാലഘട്ടത്തിൽ. അപ്പോൾ ശിവൻ സാർ, ഇനി നമ്മുടെ മെഡിക്കൽ മേഖലയിലേക്ക് തന്നെ നമുക്കൊന്ന് തിരിച്ചു വരാം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു നീറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നീറ്റ് എക്സാമിന് തൊട്ട് മുൻപായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട കുറച്ച് സൈറ്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ വിശദമാക്കിയിരുന്നു. അപ്പോൾ ഈ വാരം നമുക്ക് മെഡിക്കൽ മേഖലയിലെ വിദ്യാർത്ഥികൾ എന്തൊക്കെ നേരത്തെ കരുതി വെക്കണം അല്ലെങ്കിൽ പ്രധാനമായും ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയായിരിക്കും? നമുക്കിപ്പോൾ നീറ്റ് എക്സാമിൻ്റെ നമ്മൾ ആപ്ലിക്കേഷൻ പറഞ്ഞു ഫെബ്രുവരി ആദ്യത്തെ ആഴ്ചയായിരിക്കും നീറ്റിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്കറിയാം കർണാടകത്തിലെ പ്രവേശനം. നമുക്കറിയാം മലയാളികളായിട്ടുള്ള നമ്മൾ ഏറ്റവും അധികം സ്വകാര്യ മേഖലയിൽ പ്രവേശനം നേടുന്നതാണ് കർണാടകത്തിൽ. കർണാടകത്തിലെ കോളേജുകളിൽ BSc നേഴ്സിങ്ങിനാണെങ്കിലും MBBS-നാണെങ്കിലും BDS-നൊക്കെ ആണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു വെബ്സൈറ്റ് ഉണ്ട്, KEA, കർണാടക എൻട്രൻസ് അതോറിറ്റിയുടെ വെബ്സൈറ്റ്. ഇതിനകത്ത് നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ ഈ ഫെബ്രുവരിയിൽ തന്നെ ആരംഭിക്കും. ഇപ്പോൾ കർണാടകത്തിലെ സ്വകാര്യ മേഖലയിലെ MBBS-ൻ്റെ ഫീസ് എത്രയാണ് നമുക്ക് മലയാളികൾക്ക്
12 ലക്ഷം രൂപയാണ്. അതെ. കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ള കുട്ടിക്ക് 1.5 ലക്ഷം രൂപയേ ഉള്ളൂ ഫീസ്. പക്ഷെ നമുക്ക് കർണാടകത്തിൽ സ്വകാര്യ മേഖലയിൽ പഠിക്കണമെങ്കിൽ 12 ലക്ഷം രൂപയാണ് ഫീസ്. അവിടെ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ഉണ്ട്. നമുക്കറിയാം ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലുള്ള മെഡിക്കൽ കോളേജുകളിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു കോളേജുകളാണ് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ്. അവിടെ നമുക്ക് കാത്തലിക്സ് വിഭാഗത്തിലെ കുട്ടികൾക്ക് 55ഓളം സീറ്റുകൾ റിസർവേഷനുണ്ട്. ബാക്കിയുള്ള കുട്ടികൾക്കും സീറ്റ് റിസർവേഷനുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ ഫാദർ മുള്ളർ മെഡിക്കൽ കോളേജ് പോലെ, രാമയ്യ മെഡിക്കൽ കോളേജ് പോലെയൊക്കെയുള്ള കർണാടകത്തിലെ സ്വകാര്യ മേഖലയിലെ കോളേജുകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്നെങ്കിൽ ഫെബ്രുവരി ആദ്യം തന്നെ KEയുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിക്കും. നമുക്കറിയാം പരീക്ഷ തന്നെ മെയ് 3-ാം തീയതി വരുന്നുള്ളൂ. അപ്പോൾ അതിന് എത്ര സ്കോർ കിട്ടും, എത്ര റാങ്ക് കിട്ടുമെന്നൊന്നും നമുക്കറിയില്ല. എങ്കിൽ പോലും അങ്ങനെ ഒരു പ്രവേശനം ആഗ്രഹിക്കുന്നെങ്കിൽ സെൻറ്റ് ജോൺസിലെ പ്രവേശനം, സെൻറ്റ് ജോൺസിൽ 8,30,000 രൂപ ഫീസുള്ളൂ. ബാക്കിയുള്ള കോളേജുകളിൽ 12 ലക്ഷം രൂപ കൊടുക്കണം. എങ്കിലും നമുക്ക് മാർക്ക് അല്പം കുറയുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു പ്രവേശനവും ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ ഈ ഫെബ്രുവരിയിൽ തന്നെ കർണാടകയുടെ സൈറ്റിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ട്. ഒരു ഗവൺമെൻറ് മേഖലയിലൊരു സീറ്റാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യണം? ഇപ്പോൾ കേരളത്തിലുള്ള കുട്ടികൾക്ക് 15% ഗവൺമെൻറ് മേഖലയിൽ സീറ്റുണ്ട്. 24 ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് കർണാടകത്തിലുള്ളത്. ബാംഗ്ലൂർ മെഡിക്കൽ കോളേജും മൈസൂറും അടൽ ബിഹാരിയും ഹൂബ്ലിയും ഹസനും ഒക്കെ പോലെയുള്ള 24 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കർണാടകത്തിലുണ്ട്. ഇവിടുത്തെ 15% സീറ്റുകൾക്ക് മാത്രമേ നമുക്ക് അർഹതയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം കർണാടകക്കാർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ്. 65,000 രൂപയാണ് വാർഷിക ഫീസ്. അതിനു വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒന്നും ചെയ്യേണ്ടതില്ല. ഈ ഫെബ്രുവരി മാസത്തിൽ ഗവൺമെൻറ് സീറ്റ് മാത്രമേ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട, KEയുടെ സൈറ്റിൽ അപ്ലൈ ചെയ്യേണ്ട. അതൊക്കെ നമ്മൾ നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വഴിയാണ് കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും തെലുങ്കാനയിലൊക്കെ ഗവൺമെൻറ് സീറ്റുകൾ നമ്മൾ മേടിക്കുന്നത്. ഞാൻ പറഞ്ഞത് കർണാടകത്തിലെ സ്വകാര്യ മേഖലയിൽ നമ്മൾ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഫെബ്രുവരിയിൽ തന്നെ കർണാടകത്തിൻ്റെ സൈറ്റിൽ അപ്ലൈ ചെയ്യണം. സാർ, അതുപോലെ തന്നെ നേഴ്സിംഗിൻ്റെ കാര്യം സാർ ഇപ്പം മെൻഷൻ ചെയ്തു. അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യകത. ഈ നേഴ്സിംഗ് കൗൺസിൽ, ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ 2021 ശേഷം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു പ്രവേശന പരീക്ഷയിലൂടെ വേണം BSc നേഴ്സിംഗിൻ്റെ പ്രവേശനം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സാഹചര്യവശാൽ കേരളത്തിലും തമിഴ്നാട്ടിലും പ്രവേശന പരീക്ഷകളില്ലാതെ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് BSc നേഴ്സിംഗ് പ്രവേശനം പോകുന്നത്. കേരളത്തിൽ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ കർണാടകത്തിൽ ഏതെങ്കിലും ഒരു പ്രവേശന പരീക്ഷയിലൂടെ മാത്രമേ കർണാടകത്തിൽ പ്രവേശനം കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മലയാളി വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ എടുക്കുന്ന സ്വകാര്യ മേഖലയിൽ BSc നേഴ്സിങ്ങിനും, നമ്മൾ മുമ്പ് പറഞ്ഞ MBBSും BDSുമാണ്, ഇപ്പോൾ പറഞ്ഞത് BSc നേഴ്സിങ്ങിനും അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഈ കർണാടകത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ KEയുടെ സൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. മംഗലാപുരം, ബാംഗ്ലൂർ, ധാരാളം കോളേജുകളിൽ നമ്മുടെ മലയാളി വിദ്യാർത്ഥികൾ BSc നേഴ്സിങ്ങിന് പഠിക്കുന്നുണ്ട്. അതിന് ഈ KEയുടെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. സാർ, ഇപ്പോൾ MBBSനും BDSനും ഒക്കെ നമ്മൾ നീറ്റ് വഴി എക്സാം എഴുതുക എന്നുള്ളത് സാറ് അതിന് നീറ്റ് മാത്രം മതി. കർണാടകത്തിൽ സ്വകാര്യ മേഖലയിൽ MBBS വേണമെന്നുണ്ടെങ്കിൽ നീറ്റ് എക്സാം മാത്രം എഴുതിയാൽ മതി. അപ്ലൈ ചെയ്യാൻ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പ്രത്യേക പരീക്ഷ കർണാടകത്തിലില്ല MBBS BDSന്. സാർ, അപ്പോൾ നേഴ്സിംഗിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ്? നേഴ്സിംഗിന് പരീക്ഷയുണ്ട്. ഏപ്രിൽ 20 തീയതിയോടുകൂടി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ പരീക്ഷയുണ്ട്. BSc നേഴ്സിംഗ് കർണാടകത്തിൽ പ്രവേശനം വേണമെങ്കിൽ ഏപ്രിൽ 20 കൂടിയുള്ള പരീക്ഷ എഴുതണം. അതിനു വേണ്ടിയിട്ട് അപ്പോൾ MBBSും BDSും BSc നേഴ്സിങ്ങിന് നമുക്ക് ഒറ്റ ആപ്ലിക്കേഷൻ വഴി ചെയ്യാം. അതിന് നമ്മൾ ഈ ഫെബ്രുവരി ആദ്യം തന്നെ കർണാടകത്തിൻ്റെ സൈറ്റിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. സാർ, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും അറ്റത്തെ ജില്ലയായ കാസർഗോഡ്, മഞ്ചേശ്വരങ്ങളിലൊക്കെ എന്തൊക്കെയൊരു റിസർവേഷനും കാര്യങ്ങളും? തീർച്ചയായിട്ടും. കാരണം ഈ കന്നഡ ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിക്കുകയോ അല്ലെങ്കിൽ കാസർഗോഡ്, മഞ്ചേശ്വരം താലൂക്കിൽ ജീവിക്കുകയും അവിടെ തന്നെ +1 +2 പഠിക്കുകയൊക്കെ ചെയ്ത വിദ്യാർത്ഥികൾക്ക് കർണാടകത്തിൽ ഗവൺമെൻറ് കോളേജുകളിൽ റിസർവേഷനുണ്ട്. അവർക്ക് ഗവൺമെൻറ് കോളേജിലും സ്വകാര്യ മേഖലയിൽ തന്നെ ഫീസ് കുറച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതിനു വേണ്ടിയിട്ട് 2 തരത്തിലുണ്ട്. അത് സെക്കൻഡ് ലാംഗ്വേജ് കന്നഡ എടുക്കുകയോ അല്ലെങ്കിൽ +1 +2 ഒക്കെ അവിടെ പഠിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ലാംഗ്വേജ് ടെസ്റ്റ് എഴുതാതെ തന്നെ അവിടുത്തെ പ്രവേശനം കിട്ടും. ഇപ്പോൾ ഈ KEക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇനി അതല്ല, അവിടെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, കാസർഗോഡ്, മഞ്ചേശ്വരം ഉള്ളവരാണെങ്കിൽ ഈ ഏപ്രിൽ 20 നടക്കുന്ന ഒരു ലാംഗ്വേജ് ടെസ്റ്റ്, കന്നഡയുടെ ലാംഗ്വേജ് ടെസ്റ്റ്
കർണാടകത്തിൽ തന്നെയാണ് എക്സാം സെൻറ്റർ. 4ാം ക്ലാസ് ലെവലിലുള്ള കന്നഡയുടെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. പക്ഷേ അത് കാസർഗോഡ് മഞ്ചേശ്വരംകാർക്ക് മാത്രമേ ഉള്ളൂ. അത് എഴുതുകയാണെങ്കിൽ, ലാംഗ്വേജ് ടെസ്റ്റ് എഴുതുകയാണെങ്കിൽ കർണാടകത്തിലെ ഗവൺമെൻറ് കോളേജുകളിലും സ്വകാര്യ കോളേജുകളിലും അവർക്ക് റിസർവേഷൻ കിട്ടുകയും ചെയ്യും. അതിനെല്ലാം ഈ ഫെബ്രുവരിയിൽ തന്നെ നമുക്ക് കർണാടകത്തിൻ്റെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. സാർ, അതുപോലെ തന്നെ ഈ കർണാടകത്തിലെ എഞ്ചിനീയറിങ്ങിന് എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ മെഡിക്കൽ സാറ് വിശദമാക്കി, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ എഞ്ചിനീയറിംഗ്. അതെ. കർണാടകത്തിലെ എഞ്ചിനീയറിങ്ങിന്, സ്വകാര്യ എഞ്ചിനീയറിങ്ങിന് കോമട്കെ എന്ന് പറയും. ആ കോമട്കയുടെ എക്സാമാണ് നമ്മൾ എഴുതേണ്ടത്. അവിടെ കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ള കുട്ടികൾക്ക് CET നടത്തുന്ന ഒരു പരീക്ഷ ഈ ഏപ്രിൽ 20 ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് CET നടത്തുന്നുണ്ട്. പക്ഷേ അത് കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ളവർക്കാണ്. നമുക്ക് കിട്ടുന്നത് കർണാടകത്തിലെ മാനേജ്മെന്റ് സീറ്റുകൾ എഞ്ചിനീയറിങ്ങിനും കിട്ടുന്നതിന് അതിന് എഴുതേണ്ട പരീക്ഷയാണ് കോമട്കെ. സോറി, കോമട്കെ മെഡിക്കലിനും ഇല്ല, അത് പണ്ടായിരുന്നു. ഒരു 2012-15 കാലഘട്ടത്തിലൊക്കെ നമുക്ക് പല പരീക്ഷകൾ ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ ഈ കർണാടകത്തിലെ സ്വകാര്യ സീറ്റുകളിലൊക്കെ സ്വകാര്യ MBBS കിട്ടണമെങ്കിൽ കോമട്കെ എക്സാം എഴുതണമായിരുന്നു. അന്ന് 12ഓളം കോളേജുകൾ കോമട്കയുടെ പരിധിയിലായിരുന്നു. ആ എക്സാം എഴുതിയാലേ കർണാടകത്തിൽ സീറ്റ് കിട്ടണം. ഇപ്പം മെഡിക്കലുമായിട്ട് കോമട്കയ്ക്ക് യാതൊരു ബന്ധവുമില്ല. MBBSോ BDSോ BSc നേഴ്സിംഗ് ഒന്നും വേണമെങ്കിൽ കോമട്കെ എഴുതുകയേ വേണ്ട. കർണാടകത്തിലെ എഞ്ചിനീയറിംഗ് എഴുതാൻ വേണ്ടിയിട്ടാണ്, സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിങ്ങിന് വേണ്ടിയിട്ടാണ് കോമട്കെ എന്ന് പറയുന്ന ആ ആപ്ലിക്കേഷൻ അയക്കേണ്ടതും അതിന് പരീക്ഷ എഴുതേണ്ടതുമൊക്കെ. മെഡിക്കലുമായിട്ട് കോമട്കെക്ക് യാതൊരു ബന്ധവും ഇല്ല. KEയുടെ സൈറ്റിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതിയാകും. സാർ, ഇപ്പോൾ അതുപോലെ ഈ സെൻറ്റ് ജോൺസിന് വേണ്ടിയിട്ട് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ വേണം? അതിന് ഇപ്പോൾ കേരളത്തിലെ കാത്തലിക്സിന്, റോമൻ കാത്തലിക്സ് വിഭാഗത്തിലുള്ളവർക്ക് 55 സീറ്റുകൾ 8.5 ലക്ഷം രൂപയ്ക്ക് സെൻറ്റ് ജോൺസിൽ റിസർവേഷനുണ്ട്. കന്യാസ്ത്രീ സമൂഹത്തിനും അവിടെ സീറ്റുകളുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് സെൻറ്റ് ജോൺസിൽ മാത്രമായിട്ട് അല്ലെങ്കിൽ സെൻറ്റ് ജോൺസിലും കൂടെ നമ്മൾ അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ബിഷപ്പിൻ്റെ സർട്ടിഫിക്കറ്റ്, നമ്മൾ ഇത്ര വർഷക്കാലമായിട്ട് ഈ സമൂഹത്തിൽ ഈ സമുദായത്തിലുള്ള അംഗമാണെന്നുള്ളതിന് ബിഷപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം, ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് വേണം. പക്ഷേ അത് ഈ കഴിഞ്ഞ വർഷം അത് ഈ അപ്ലൈ ചെയ്ത സമയത്ത് വേണ്ടായിരുന്നു. ഫെബ്രുവരി മാസത്തിൽ അത് വേണ്ട. ജൂൺ മാസം ആകുമ്പോൾ നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതും അതുമായിട്ട് ബാംഗ്ലൂരിൽ വെരിഫിക്കേഷന് പോകേണ്ടതും. അപ്പോൾ ഇപ്പം നമ്മൾ സാധാരണ നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും 10th അങ്ങനെയുള്ള മാർക്ക് ലിസ്റ്റും ഒക്കെ വെച്ച് അപ്ലോഡ് ചെയ്താൽ മാത്രം മതിയാകും. ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റുകളൊന്നും തന്നെ കരുതേണ്ടതായിട്ടില്ല. സാർ ഇപ്പോൾ പറഞ്ഞു കേരളം കഴിഞ്ഞാൽ കർണാടകയിലാണ് ഏറ്റവും അധികം വിദ്യാർത്ഥികൾ, സ്വകാര്യ മേഖലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടുന്നത്. ഗവൺമെൻറ് മേഖലയിലും അതേ കേട്ടോ. ആണല്ലേ? ഇത്തവണത്തെ കർണാടകത്തിൻ്റെ ഈ 24 ഗവൺമെൻറ് കോളേജുകളിലെ 15% സീറ്റ്, ഓൾ ഇന്ത്യ കോട്ട സീറ്റിൽ മുഴുവൻ നമ്മുടെ ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികളാണ്. ഗവൺമെൻറ് കോളേജിലെ അല്ല കേട്ടോ, MBBSൻ്റെ ഈ 15% ഓൾ ഇന്ത്യ കോട്ടയിൽ ഈ വർഷം മുഴുവൻ നമ്മുടെ ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികളാണ്. ഏത് കോളേജിലാണെങ്കിലും, ബാംഗ്ലൂർ ആണെങ്കിലും, മൈസൂർ അടൽ ബിഹാരി ഹാസൻ, ഹൂബ്ലി, ഷിമോഗ, ഏത് കോളേജിലും, കുടക്, ഏത് കോളേജ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥികളാണ്, ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികളുണ്ട്. അപ്പം അവരെയൊക്കെ നമുക്ക് കാണാനായിട്ടുള്ള യാത്രയും നമുക്ക് തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. അപ്പം MBBSന് നമുക്ക് നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം ഓൾ ഇന്ത്യ കോട്ട വഴി നമുക്ക് പ്രവേശനം നേടും. അപ്പം അവിടുത്തെ സ്വകാര്യ മേഖലയിലും മാർക്ക് അല്പം കുറവാണെങ്കിൽ ഗവൺമെൻറ് മേഖലയിലൊക്കെ കിട്ടാനുള്ള സാധ്യത അല്പം കുറവാണ്. കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ്ങിലും കിട്ടാനുള്ള സാധ്യത കുറവാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ കർണാടകത്തിലാണ് സ്വകാര്യ മേഖലയിൽ പ്രവേശനം നേടുന്നത്. സർ, കർണാടക പോലെ തന്നെ മറ്റൊരു സംസ്ഥാനം മെൻഷൻ ചെയ്യുകയാണെങ്കിൽ സാർ ഏതായിരിക്കും പറയുക? കർണാടക കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മലയാളികൾ ഏറ്റവും അധികം പ്രവേശനം നേടുന്ന സ്വാഭാവികമായിട്ടും നമുക്കറിയാം തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന പോലെയുള്ള സംസ്ഥാനങ്ങളിലാണ്. അതിൽ ഗവൺമെൻറ് കോളേജുകളിൽ എവിടെ കിട്ടണമെങ്കിലും പരീക്ഷ നീറ്റ് മാത്രമേ ഉള്ളൂ. നീറ്റിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ വരുമ്പോൾ വെറുതെ ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി. എങ്ങും സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണ്ട. എയിംസ്, ജിപ്മർ, അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കോട്ട, ഇതിനൊന്നും ഡീംഡ് കോളേജുകൾ, ഇതിനൊന്നും നമ്മൾ സെപ്പറേറ്റ് എങ്ങും അപ്ലൈ ചെയ്യണ്ട. നീറ്റ് എക്സാം എഴുതുന്നു, അത് കഴിഞ്ഞിട്ട് ജൂലൈയിൽ നമ്മൾ MCCയുടെ വെബ്സൈറ്റ് വഴി ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതിയാവും. തമിഴ്നാട്ടിലെ, ആന്ധ്രയെ, തെലുങ്കാനയൊക്കെ മാനേജ്മെൻറ്റ് സീറ്റുകൾ, പോണ്ടിച്ചേരിയൊക്കെ പോലെയുള്ള മാനേജ്മെൻറ്റ് സീറ്റുകൾ കാണുന്നുണ്ടെങ്കിൽ നീറ്റ് റിസൾട്ട് വന്നിട്ട് മാത്രമേ ആപ്ലിക്കേഷൻ തുടങ്ങുകയുള്ളൂ. കർണാടകത്തിൽ മാത്രമേ ഉള്ളൂ ഈ ഫെബ്രുവരിയിൽ തന്നെ ആപ്ലിക്കേഷൻ തുടങ്ങുകയുള്ളൂ. തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന, UP ഏത് സ്റ്റേറ്റിലും 15% സ്വകാര്യ മേഖലയിലെ സീറ്റുകളും നമുക്ക് കിട്ടും. ഗവൺമെൻറ് മേഖലയിലെ 15% സീറ്റ് നമുക്ക് കിട്ടും. അത് ഓൾ ഇന്ത്യ കോട്ട വഴി ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി, പ്രത്യേകം അപേക്ഷിക്കേണ്ട. സ്വകാര്യ മേഖലയിൽ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നമുക്ക് വേണമെങ്കിൽ ഓരോ സ്റ്റേറ്റിലും നമ്മൾ അപ്ലൈ ചെയ്യണം.
ഓക്കെ. തമിഴ്നാട്ടിൽ ഫീസ് കൂടുതലാണ്, 15 ലക്ഷം രൂപയാണ് വാർഷിക ഫീസ്. ആന്ധ്രയിലും തെലങ്കാനയിലും 12 ലക്ഷവും 13 ലക്ഷമാണ് വാർഷിക ഫീസ്. ഓക്കെ. അപ്പോൾ അവിടുത്തെ സ്വകാര്യ മേഖലയിൽ നമുക്ക് പ്രവേശനം നേടണമെങ്കിൽ എല്ലാ സ്റ്റേറ്റിലും പ്രത്യേകം അപ്ലൈ ചെയ്യണം. പക്ഷേ നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ്, ജൂൺ അവസാനത്തെ ആഴ്ചയോടുകൂടിയാണ് എല്ലാ സ്റ്റേറ്റുകളുടെയും മാനേജ്മെൻറ്റ് സീറ്റിൻ്റെ ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സാർ ഇതിൻ്റെ യഥാസമയം വരുന്ന അപ്ഡേഷൻസ് ഞങ്ങൾ എല്ലാ വർഷങ്ങളും തുടർന്നു വരുന്ന ഒരു കാര്യമാണ്. കൃത്യസമയത്ത്, അതായത് ഈ അപ്ഡേഷൻസ് വരുന്ന സമയത്ത് തന്നെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കാറുണ്ട്. തീർച്ചയായിട്ടും അത് നമുക്ക് ഓരോ സമയങ്ങളിലും പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അതെ, അത് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് വരുന്ന ലൈവുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതുപോലത്തെ അപ്ഡേഷനുമായിട്ടുള്ള വീഡിയോ ഒക്കെ ബ്രില്യൻ്റ് ചാനലിലൂടെ നിങ്ങളും ഫോളോ ചെയ്യണം. അതെ. ഇപ്പം നമ്മൾ ഫെബ്രുവരി മാസത്തെ ആപ്ലിക്കേഷനാണ് പറഞ്ഞത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ, മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫെബ്രുവരി 3-ാമത്തെ ആഴ്ചയിൽ കേരള എൻട്രൻസ് കമ്മീഷയുടെ വെബ്സൈറ്റിൽ അപേക്ഷിക്കണം. ce.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി കീം 2026 ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിക്കും. അപ്പോൾ അത് മെഡിക്കലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ്. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന 14 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ, 21 സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ, BDS കോളേജുകൾ, അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി പോലെയുള്ള മെഡിക്കലിൻ്റെ എല്ലാ കോഴ്സുകൾക്കും നമുക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഒരു വിദ്യാർത്ഥി അപേക്ഷിക്കേണ്ട വെബ്സൈറ്റാണ് കേരള എൻട്രൻസ് കമ്മീഷയുടെ വെബ്സൈറ്റ്. അപ്പോൾ നീറ്റ് എഴുതുന്ന മെഡിക്കൽ ആസ്പിരൻ്റ് ആയിട്ടുള്ള കേരളീയരായിട്ടുള്ള എല്ലാവരും നീറ്റിന് ഫെബ്രുവരിയിൽ അപ്ലൈ ചെയ്യണം. ഒപ്പം തന്നെ ഫെബ്രുവരി 3-ാമത്തെ ആഴ്ച മുതൽ മാർച്ച് ഒരു പകുതി വരെ ഉണ്ടാവും കേരള എൻട്രൻസ് കമ്മീഷണർക്കും ആപ്ലിക്കേഷൻ കൊടുക്കണം. നീറ്റിന് നമ്മൾ കൊടുക്കുമ്പോൾ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. മെയ് 3-ാം തീയതി പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട്. കേരളയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ അർഹത തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കേരളീയനാണ്, നമ്മൾ ക്രിസ്ത്യാനിയാണ്, മൈനോറിറ്റിയാണ്, നമ്മൾ മുസ്ലിമാണ്, നമ്മൾ ഈഴവയാണ്, നമ്മൾ NRI സീറ്റ് വേണം, നമുക്ക് EWS സീറ്റ് വേണം, നമുക്ക് സ്പോർട്സിൻ്റെ സീറ്റ് വേണം, എക്സ് സർവീസ്മാൻ സീറ്റ് വേണം, മൈനോറിറ്റി സീറ്റ് വേണം. അങ്ങനെ ഓരോ റിസർവേഷനും ഓരോ കാര്യങ്ങൾക്കും വേണ്ട സർട്ടിഫിക്കറ്റുകളും കൂടെ അപ്ലോഡ് ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനാണ് കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ഫെബ്രുവരി 3-ാമത്തെ ആഴ്ച ആരംഭിക്കുന്നത്. സാർ ഇപ്പോൾ ഈ പറഞ്ഞ ഓരോ കാര്യത്തിന്, അതായത് ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ബിഫാം, ആർക്കിടെക്ചർ പോലെ, അതെ, കേരള കീം 2026 നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് 4 കോഴ്സുകൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. മെഡിക്കൽ നിന്ന് മാത്രം വെച്ചാൽ മതി. മെഡിക്കൽ നിന്ന് മാത്രം വെക്കുമ്പം MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി 13 പ്രോഗ്രാമുകൾക്കുമായി പ്രത്യേകം നമ്മൾ വെക്കണ്ട. മെഡിക്കൽ നിന്ന് മാത്രം വെച്ചാൽ മതി. പിന്നുള്ളത് എഞ്ചിനീയറിംഗ്, പിന്നെയുള്ളത് ബിഫാം, പിന്നെയുള്ളത് ആർക്കിടെക്ചർ. അങ്ങനെ 4 കോഴ്സുകൾക്കാണ് നമ്മൾ കീം 2026 ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. സാർ, അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. ഒറ്റ ആപ്ലിക്കേഷനിലൂടെ ഒരു വിദ്യാർത്ഥിക്ക് ഇതിൽ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഒരു വിദ്യാർത്ഥിക്ക് തന്നെ മെഡിക്കലും എഞ്ചിനീയറിംഗും ബിഫാമും ആർക്കിടെക്ചറും എല്ലാം കൊടുക്കാം. 2 മാത്രമായിട്ട് കൊടുക്കാം, മെഡിക്കൽ മാത്രമായിട്ടും കൊടുക്കാം. ഇനി വേറെ ഒന്നിനും പോകുന്നില്ല, മെഡിക്കലിന് മാത്രമേ പോകുള്ളെങ്കിൽ മെഡിക്കലിന് മാത്രമായിട്ട് പോവുകയും ചെയ്യാം. ഏറ്റവും അറിയാൻ ആഗ്രഹം ഇതിന് ഏതൊക്കെ എൻട്രൻസ് എക്സാമുകളാണെന്നുള്ളത് കൂടിയാണ്. മെഡിക്കൽ എന്നാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ മെയ് 3-ാം തീയതി നീറ്റ്. എഞ്ചിനീയറിംഗ് കൂടെ നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ ഏപ്രിൽ 15-ാം തീയതി ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൻ്റെ കേരള എഞ്ചിനീയറിംഗ് ഓൺലൈൻ എക്സാം ഏപ്രിൽ 15 മുതൽ പല ഷിഫ്റ്റുകളിലായിട്ട് നടക്കും. പകുതി മാർക്ക് എൻട്രൻസിൻ്റെ മാർക്കും പകുതി മാർക്ക് +2ൻ്റെ മാർക്കും കൂടെ കൂട്ടിയിട്ട് കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഏപ്രിൽ 15 മുതലുള്ള കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം എഴുതാം. ബിഫാം എന്ന് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ബിഫാമിന് മാത്രമായിട്ട് ഏപ്രിൽ 3-ാമത്തെ ആഴ്ച ഈ എഞ്ചിനീയറിംഗിൻ്റെ കൂടെ തന്നെ ബിഫാമിന് മാത്രം പരീക്ഷയുണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും മാത്രമാണ് സബ്ജക്റ്റ്. അതിൻ്റെ നോർമലൈസ്ഡ് സ്കോർ ഉപയോഗിച്ച് ബിഫാമിൻ്റെ റാങ്ക് ലിസ്റ്റ് വരും. ആർക്കിടെക്ചറിന് നമ്മൾ അപ്ലൈ ചെയ്താൽ അത് നീറ്റ് പോലെ തന്നെയാണ്. നീറ്റിന് നമ്മൾ മെഡിക്കലിന് അപ്ലൈ ചെയ്തിട്ട് പരീക്ഷ എഴുതുന്ന നീറ്റല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ആർക്കിടെക്ചർ. കേരളത്തിലെ ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ CETയിലും TKMലും നമ്മുടെ കോട്ടയം എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ BArch പ്രവേശനമുണ്ട് ആർക്കിടെക്ചർ. അതിന് വേണമെന്നുണ്ടെങ്കിൽ കേരളയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. പരീക്ഷ എഴുതേണ്ടത് NATA. അപ്പം നമുക്കൊരു ആർക്കിടെക്ചർ അഭിരുചിയുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ, ഡിസൈനിങ് മേഖലയിലോട്ട് പോകാനൊക്കെയാണ് താല്പര്യമെങ്കിൽ നമുക്ക് BArchൻ്റെ പരീക്ഷ എഴുതാം. അപ്പോൾ കേരളത്തിൽ തന്നെ പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കേരള എൻട്രൻസ് കമ്മീഷയുടെ വെബ്സൈറ്റ് വഴി ഫെബ്രുവരിയിൽ കീമിന് അപ്ലൈ ചെയ്യുമ്പം ആർക്കിടെക്ചർ കൂടെ വെക്കാം. 2026 മാർച്ച് 1 മുതൽ NATAയുടെ പരീക്ഷകൾ ആരംഭിക്കും.
നേറ്റയുടെ എല്ലാ ജില്ലകളിലും സെൻറ്ററുകളുണ്ട്. ആർക്കിടെക്ചർ അഭിരുചി അളക്കുന്ന ഒരു പരീക്ഷയാണ്. ആ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അതും +2ൻ്റെ അഗ്രിഗേറ്റ് മാർക്കും കൂടെ കൂട്ടിയിട്ട് ആർക്കിടെക്ചറിൻ്റെ റാങ്ക് വരും. അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഇപ്പം? ഫെബ്രുവരി 3-ാമത്തെ ആഴ്ച വെബ്സൈറ്റ് ce.kerala.gov.in. ഒരു കുട്ടിക്ക് അപേക്ഷിക്കാവുന്ന കോഴ്സുകൾ മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ബിഫാം, ആർക്കിടെക്ചർ. മെഡിക്കൽ എന്ന് വെച്ചാൽ എഴുതേണ്ട പരീക്ഷ മെയ് 3-ാം തീയതി നീറ്റ്, എഞ്ചിനീയറിംഗ് പരീക്ഷ ഏപ്രിൽ 15-ാം തീയതി, ബിഫാമിൻ്റെ പരീക്ഷയും ഏപ്രിൽ 15-ാം തീയതി. ആർക്കിടെക്ചറിൻ്റെ പരീക്ഷ മാർച്ച് മുതൽ വേണമെങ്കിൽ ആർക്കിടെക്ചറിൻ്റെ പരീക്ഷ എഴുതാം. 3 അറ്റംപ്റ്റ് ചെയ്യാം ആർക്കിടെക്ചറിന്. അതിൽ ഏറ്റവും കൂടുതലുള്ള ആർക്കിടെക്ചറിൻ്റെ മാർക്കായിരിക്കും +2ൻ്റെ മാർക്കിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആർക്കിടെക്ചറിന് നേറ്റയ്ക്കൊക്കെ പ്രത്യേകം അപ്ലൈ ചെയ്യണം. അതും ഫെബ്രുവരിയിൽ തന്നെ ആരംഭിക്കും. ബാക്കി കീം 2026 എല്ലാവരും അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. ഓക്കെ സാർ, ഇപ്പോൾ കീമിലേക്ക് എത്തുമ്പോൾ തന്നെ പ്രധാനമായ ഒരുപാട് ഡോക്യുമെൻസും ഉണ്ട്. അപ്പോൾ അത് എന്തൊക്കെയായിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും? അതെ, നമ്മളിപ്പം ce.kerala.gov.in കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ ഫെബ്രുവരി 3-ാമത്തെ ആഴ്ച അപ്ലൈ ചെയ്യുമ്പോൾ കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ധാരാളം റിസർവേഷൻ, 30-ലധികം റിസർവേഷനാണ് കേരളത്തിലുള്ളത്. ഫീസ് കൊടുത്തു പഠിക്കാവുന്നത്, ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന വിഭാഗങ്ങൾ, പിന്നെ നമ്മൾ പറഞ്ഞു മൈനോറിറ്റിയെക്കുറിച്ചും റിസർവേഷനെക്കുറിച്ചും NREയെക്കുറിച്ചും ഒക്കെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു. ഇതിന് വേണ്ട എല്ലാ രേഖകളും അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യണം, നിർബന്ധമായിട്ട് അപ്ലോഡ് ചെയ്യണം. അങ്ങനെ വേണ്ട എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മൾ ഈ ഫെബ്രുവരിയിൽ തന്നെ നമ്മൾ കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് വഴി അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. നീറ്റിന് പ്രത്യേകിച്ച് നമ്മൾ സർട്ടിഫിക്കറ്റ് ഒന്നും അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ടാവില്ല. ഫോട്ടോയും സിഗ്നേച്ചറും 10 ഫിംഗേഴ്സിൻ്റെ ഇംപ്രഷനും ക്ലാസ് 10 മാർക്ക് ലിസ്റ്റ് മാത്രമേ ഉള്ളെങ്കിൽ കേരളയ്ക്ക് എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സർ, അങ്ങനെയെങ്കിൽ ഒരു റിസർവേഷനും ഇല്ലാത്തൊരു ജനറൽ കാറ്റഗറിയിലൊരു അല്ലെങ്കിൽ എല്ലാവരും. അതെ, അപ്പോൾ നമുക്കൊരു ജനറൽ കാറ്റഗറിയിൽ ഒന്ന് പറഞ്ഞു. അതെ, ഒരു റിസർവേഷനും ഇല്ലാത്തൊരു കുട്ടി എന്തൊക്കെയായിരിക്കണം? അതായത് എല്ലാവരും അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, എല്ലാവരും കരുതി വെക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ട് ഫോട്ടോയും സിഗ്നേച്ചറും എല്ലാവരും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ തെളിയിക്കേണ്ടത് 3 കാര്യങ്ങളാണ് തെളിയിക്കേണ്ടത്. ഒന്ന്, നാഷണാലിറ്റി, ഇന്ത്യൻ ആണെന്നുള്ളത് തെളിയിക്കണം. രണ്ടാമത്തത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് നമ്മൾ 17 വയസ്സായി എന്നുള്ളത് നമ്മൾ തെളിയിക്കണം. മൂന്നാമത്തതാണ് കേരളൈറ്റ് എന്നുള്ളത് തെളിയിക്കണം. ഇതാണ് എല്ലാവരും സമർപ്പിക്കേണ്ട രേഖ. അപ്പം നാഷണാലിറ്റി എന്നുള്ള കാര്യത്തിന് എന്താണ് സമർപ്പിക്കേണ്ട രേഖ? ഇന്ത്യയിൽ അഡ്രസ്സുള്ള ഏതെങ്കിലും ഒരു പ്രൂഫ്. ഇന്ത്യയിലെ അഡ്രസ്സ് ഉണ്ടായിരിക്കണം. നമ്മുടെ വീട്ടുപേരും പോസ്റ്റ് ഓഫീസും നമ്മുടെ ഡിസ്ട്രിക്റ്റും സംസ്ഥാനവും ഒക്കെയുള്ള ഇന്ത്യയിലുള്ള അഡ്രസ്സുള്ള ഒരു പ്രൂഫ് എല്ലാവർക്കും സമർപ്പിക്കാം. അഡ്രസ്സുള്ള എന്തിനകത്താണോ ഉള്ളത് അത് നമുക്ക് സമർപ്പിക്കാം. പക്ഷേ ആധാർ എടുക്കില്ല. ആധാർ ഒഴിച്ച് പാസ്പോർട്ടാകാം, 10th സർട്ടിഫിക്കറ്റ് ആവാം, ബർത്ത് സർട്ടിഫിക്കറ്റ് ആകാം. അപ്പം നമ്മളെല്ലാവരും ഇപ്പം കഴിഞ്ഞ തവണ പലർക്കും അപ്ലോഡ് ചെയ്യാൻ താമസിച്ചു പോയൊരു കാര്യമാണത്. അപ്പം നിങ്ങൾ നോക്കി വെക്കുക, കേരളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ വേണമെന്നില്ല, ഇന്ത്യയിലെ എവിടെയെങ്കിലും അഡ്രസ്സുള്ള ഒരു പ്രൂഫ് നിങ്ങൾക്ക് ഉണ്ടാവണം. 10th സർട്ടിഫിക്കറ്റ്, സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ 10th സർട്ടിഫിക്കറ്റിലുണ്ട്, അഡ്രസ്സ് ഉണ്ട്, അത് മതി. പാസ്പോർട്ട് ഉള്ളവർക്ക് അത് മതി. ബർത്ത് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് എന്താണേലും ഇല്ലാതെ വരില്ലല്ലോ, അതുള്ളവർക്ക് അത് മതി. അപ്പം ഇന്ത്യയിൽ അഡ്രസ്സ് ഉള്ള ഒരു പ്രൂഫ് നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ടായിരിക്കണം നാഷണാലിറ്റി എന്നുള്ള കോളത്തിൽ അപ്ലോഡ് ചെയ്യാൻ. പിന്നെ ഉള്ളത് ഡേറ്റ് ഓഫ് ബർത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട്. അത് 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റിൽ എല്ലാവർക്കും ഉണ്ട്, അല്ലെങ്കിൽ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനായിട്ട്. മൂന്നാമത്തതാണ് കേരളൈറ്റ് എന്ന് പറഞ്ഞ് തെളിയിക്കേണ്ട കാര്യങ്ങൾ. നമ്മുടെ ഇവിടുത്തെ കേരളത്തിൻ്റെ നിയമം എന്താണ്? കേരളത്തിൽ അഡ്മിഷൻ കിട്ടാനുള്ള പ്രധാന നിയമം എന്താണ്? ഐദർ പേരൻ്റ് ഓർ സ്റ്റുഡൻറ്റ് ബോൺ ഇൻ കേരള, അച്ഛനോ അമ്മയോ കുട്ടിയോ, ഈ 3 പേരിൽ ആരെങ്കിലും ഒരാൾ കേരളത്തിൽ ജനിച്ചിരിക്കണം. അപ്പം സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? പ്ലേസ് ഓഫ് ബർത്ത് കേരളം എന്ന് കാണിക്കുന്ന ഒരു രേഖ. അത് ഏതുമാകാം. സ്റ്റേറ്റ് സിലബസ് പഠിച്ചാൽ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റിൽ പ്ലേസ് ഓഫ് ബർത്ത് ഉണ്ട്. അപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ്, സ്റ്റേറ്റ് സിലബസ് പഠിച്ചവർക്ക് 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ കേരളീയനാവും. കേരളത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ. കേരളത്തിൽ ജനിച്ചവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അത് മതി. കേരളത്തിൽ ജനിച്ചവർക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അത് നേറ്റിവിറ്റി ആയിട്ട് കൊടുക്കാം. അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് മതി. ഇതൊക്കെ കേരളത്തിൽ ജനിച്ചവരാണ് കേട്ടോ. കുട്ടി കേരളത്തിൽ ജനിച്ചതാണെങ്കിൽ കുട്ടി
കേരളത്തിൽ ജനിച്ചതാണെങ്കിൽ 10ാം ക്ലാസ് സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ്, CBSE ICSE ആണെങ്കിൽ അതിനകത്തില്ല, അത് പോരാ. ഏത് പ്ലേസ് ഓഫ് ബർത്തിന് വേണ്ടിയിട്ട് 10ാം ക്ലാസ് സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ അത് പറ്റും. കുട്ടി കേരളത്തിൽ ജനിച്ചതാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് പറ്റും. കുട്ടി കേരളത്തിൽ ജനിച്ചതാണെങ്കിൽ പാസ്പോർട്ട് പറ്റും. കുട്ടി കേരളത്തിൽ ജനിച്ചതാണെങ്കിൽ കേരളത്തിലെ അക്ഷയ കേന്ദ്രത്തിൽ നിന്നുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് പറ്റും. കുട്ടി കേരളത്തിൽ ജനിച്ചതാണെങ്കിൽ പ്രോസ്പെക്ടസിൽ ഒരു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്തിട്ട് വില്ലേജ് ഓഫീസറിൽ നിന്ന് നമുക്ക് ഒപ്പിട്ടിട്ട് അപ്ലോഡ് ചെയ്യാം. ഇതിലേതെങ്കിലും ഒന്ന് മതി. ഇപ്പോൾ സ്റ്റേറ്റ് സിലബസ് പഠിച്ച ആളാണെന്നുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞ എല്ലാ കാര്യത്തിനും ആ ഒരൊറ്റ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി മതി. നാഷണാലിറ്റി തെളിയിക്കാനും ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനും നേറ്റിവിറ്റി തെളിയിക്കാനായിട്ട് അത് മാത്രം മതി. CBSE പഠിച്ച ഒരാളാണെങ്കിലോ നാഷണാലിറ്റി തെളിയിക്കാനായിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ വേണം. ഡേറ്റ് ഓഫ് ബർത്തിന് 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ്, നേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടോ ബർത്ത് സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ വേണം. പ്ലേസ് ഓഫ് ബർത്ത് കേരളം കാണിക്കുന്നൊരു രേഖ വേണം. ICC ആണെങ്കിലും ഇത് തന്നെ, നമ്മുടെ ഈ 3 എണ്ണത്തിന് വേണ്ടിയിട്ട് പ്ലേസ് ഓഫ് ബർത്തിന് വേണ്ടിയിട്ട് മാത്രം ബർത്ത് സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും അല്ലെ പാസ്പോർട്ട് കയ്യിലുണ്ടായിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഓരോ വർഷവും 1.5 ലക്ഷം പേരാണ് കേരളയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. 35,000-ഓളം ആപ്ലിക്കേഷൻ മെമ്മോ വരുന്നത്, കറക്ഷന് വേണ്ടിയിട്ട് വരുന്നത് ഈ ഒരൊറ്റ കാര്യമാണ്, നേറ്റിവിറ്റി എന്ന് പറയുന്ന കാര്യത്തിലാണ്. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുക എന്നുള്ളത് ഓർത്തിരിക്കുക. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് വില്ലേജ് ഓഫീസിൽ പോയിട്ട് ജനിച്ചു എന്നുള്ളത് കാണിച്ച് അപ്ലോഡ് ചെയ്താലും നേറ്റിവിറ്റി കിട്ടും. സാർ, ഇപ്പോൾ കുട്ടി കേരളത്തിൽ ജനിച്ചു, ഞാൻ ഈ പറഞ്ഞ എല്ലാം കുട്ടി കേരളത്തിൽ ജനിച്ചതാണെങ്കിൽ പറഞ്ഞതാണ് കേട്ടോ. പക്ഷേ അച്ഛനോ അമ്മയോ മാത്രം കേരളത്തിൽ ജനിച്ചാലും ഇത് കിട്ടും, റിസർവേഷൻ കിട്ടും. കുട്ടി കേരളത്തിലല്ല ജനിച്ചത്, കുട്ടി കേരളത്തിന് പുറത്താണ് ജനിച്ചത്, അല്ല കുട്ടി ദുബായിലാണ് ജനിച്ചതെങ്കിൽ ഈ കേരളത്തിൽ കിട്ടും, കേരളീയൻ എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ സാർ, അപ്പോൾ അവർ എന്ത് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം കരുതേണ്ടത്? ഏറ്റവും കൂടുതൽ പേർക്ക് അബദ്ധം പറ്റുന്നത് ഞാൻ ഈ പറഞ്ഞ 35,000 പേരോളവും 35,000-ഓളം ആപ്ലിക്കേഷൻസ് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്ന, മെമ്മോ വരുന്ന അല്ലെങ്കിൽ കറക്ഷൻ വരുന്ന ഒരു പ്രധാന മേഖല നമ്മുടെ ധാരാളം പേര് വിദേശത്താണ് അല്ലേ. ഗൾഫ് കൺട്രികളിലും UK-യിലും US-ലും ഓസ്ട്രേലിയയിലും അങ്ങനെ ധാരാളം പേരൻസും വിദേശത്താണ്. അപ്പോൾ കുട്ടി കേരളത്തിലായിരിക്കില്ല ജനിച്ചത്, കുട്ടി ചിലപ്പോൾ വിദേശത്തായിരിക്കും ജനിച്ചത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വെക്കേണ്ട പ്രൂഫ് എന്ന് പറയുന്നത് അച്ഛനോ അമ്മയോ കേരളത്തിൽ ജനിച്ച ഒരു രേഖ വേണം. അച്ഛൻ്റെയോ അമ്മയുടെയോ ആരുടെയെങ്കിലും ഒരാളുടെ 10th മാർക്ക് ലിസ്റ്റ്, അച്ഛൻ്റെയോ അമ്മയുടെയോ ആരുടെയെങ്കിലും ഒരാളുടെ പാസ്പോർട്ട്, ഇതിലേതെങ്കിലും ഒന്ന് മതി. കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന രേഖ ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഫോർമാറ്റ് നമ്മുടെ കേരള പ്രോസ്പെക്ടസിൽ കിടപ്പുണ്ട്. ആ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് വില്ലേജ് ഓഫീസിൽ പോയിട്ട് അച്ഛൻ അല്ലെങ്കിൽ അമ്മ കേരളത്തിൽ ജനിച്ചു എന്നെഴുതി മേടിച്ചാൽ മതി. അതിന് പകരം കുട്ടി കേരളത്തിൽ ജനിക്കാതെ അക്ഷയ കേന്ദ്രത്തിൽ പോയി നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് മേടിക്കും, അത് റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് കുട്ടി കേരളത്തിലല്ല ജനിച്ചതെങ്കിൽ അച്ഛനോ അമ്മയോ കേരളത്തിൽ ജനിച്ചു എന്നുള്ളതാണ് നമ്മൾ തെളിയിക്കേണ്ടത്. അത് ഓർത്ത് വെച്ചാൽ മതിയാകും. അച്ഛൻ്റെയോ അമ്മയുടെയോ പ്രൂഫാണ് വെക്കുന്നതെങ്കിൽ കുട്ടിയായിട്ടുള്ള ബന്ധം കൊറോബറേറ്റീവ് സർട്ടിഫിക്കറ്റായിട്ട് കുട്ടിയുടെ ക്ലാസ് 10 കുട്ടിയുടെ പാസ്പോർട്ടോ അറ്റാച്ച് ചെയ്യുകയും ചെയ്യണം. അച്ഛൻ്റെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റും കുട്ടിയുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റും കൂടെ ഒരുമിച്ച് വെച്ചാൽ നേറ്റിവിറ്റി ആവും. സാർ, അപ്പം ഇതൊന്നുമല്ല, ഇപ്പോൾ അച്ഛനും അമ്മയും കുട്ടിയും കേരളത്തിൽ ജനിച്ചിട്ടില്ല. അതെ, ഇനി വരുന്നൊരു കാലഘട്ടം എന്ന് പറയുന്നത്, കാരണം ഗൾഫ് കുടിയേറ്റമൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ട് ശേഷം ഏതാണ്ട് ഈ ഒരു 2026 വരുമ്പം അച്ഛനും അമ്മയും കുട്ടിയും ഒക്കെ കേരളത്തിൽ ജനിക്കാത്ത ഒരു കുറേയധികം ആൾക്കാരെങ്കിലും വരുന്നുണ്ട്. അതെ, അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം കരുതേണ്ടത്? ഈ കേരളത്തിലെ ഗവൺമെൻറ് സീറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നാവണം. ഇതല്ല എങ്കിൽ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ കേരളത്തിൽ പഠിച്ചാൽ കേരളൈറ്റ് ആവും. ഇപ്പോൾ തമിഴ്നാട്ടിലുള്ളൊരു കുട്ടിയാണ്, പക്ഷേ അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് 8 മുതൽ 12 വരെ പഠിച്ചു, കേരളൈറ്റ് 1 എന്ന് പറയുന്ന കാറ്റഗറി കിട്ടും. അതായത് കമ്മ്യൂണൽ റിസർവേഷൻ കിട്ടുകയില്ല, പക്ഷേ ഗവൺമെൻറ് സീറ്റ് കിട്ടും. റിസർവേഷൻ ഒന്നും കിട്ടില്ല, പക്ഷേ നമുക്ക് ഇത് കിട്ടും, ഗവൺമെൻറ് മേഖലയിൽ ഉള്ള സീറ്റുകൾ കിട്ടും, കേരളൈറ്റ് 1 എന്ന് പറയും. അതുപോലെ തന്നെ അച്ഛനും അമ്മയും കുട്ടിയും ഗൾഫിലാണ് ജനിച്ചത്, 8 മുതൽ 12 വരെ കേരളത്തിൽ പഠിച്ചിരുന്നെങ്കിൽ കേരളൈറ്റ് എന്നുള്ളത് കിട്ടും. അപ്പോൾ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ കേരളത്തിൽ പഠിച്ചു എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ കേരളൈറ്റ് 1 എന്ന കാറ്റഗറിയിൽ കിട്ടും. സാർ, അപ്പോൾ ഇനി 8 മുതൽ 12 വരെ
കേരളത്തിൽ പഠിച്ചിട്ടുമില്ല. കുട്ടി പഠിക്കണം കേട്ടോ, കുട്ടിയാണ് പഠിക്കേണ്ടത് 8 മുതൽ 12 വരെ. അത് നമ്മുടെ പേരൻസ് ആണെങ്കിൽ ഇവിടെ ജനിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കേരളത്തിൽ ഗവൺമെൻറ് സീറ്റുകൾ കിട്ടില്ല. കേരളത്തിൽ ഗവൺമെൻറ് സീറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാറ്റഗറി വരണം. കേരളൈറ്റ് 2 എന്ന് പറയുന്ന കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ സ്വകാര്യ മേഖലയിൽ 15% സീറ്റുകൾ കിട്ടും. ഓൾ ഇന്ത്യ മെറിറ്റ് എന്ന് പറയും, അത് മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് 11ഉം 12ഉം ഇവിടെ പഠിക്കുകയോ അല്ലെങ്കിൽ വെളിയിലൊക്കെ പഠിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാറ്റഗറി 2, കേരളൈറ്റ് 2 എന്ന് പറയും. സ്വകാര്യ മേഖലയിലെ 15% സീറ്റുകൾ മാത്രമേ കിട്ടുകയുള്ളൂ. ഗവൺമെൻറ് മേഖലയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി എന്ന് പറയുന്നത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അല്ല, കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന രേഖ നിർബന്ധമായിട്ട് അപ്ലോഡ് ചെയ്യണം. ഇല്ലെങ്കിൽ കേരളത്തിലല്ല ഇവരാരും ജനിച്ചിരിക്കുന്നതെങ്കിൽ 8 മുതൽ 12 വരെ കേരളത്തിൽ പഠിച്ചെന്നുള്ള പ്രൂഫ് കൊടുത്താൽ മാത്രമേ കേരളത്തിലൊരു ഗവൺമെൻറ് സീറ്റ് കിട്ടുകയുള്ളൂ. സാർ, ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ സാറ് പറഞ്ഞു നീറ്റിന് ആധാർ എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു. തീർച്ചയായിട്ടും നീറ്റിന് അപേക്ഷിക്കുന്ന സമയത്തും പരീക്ഷ എഴുതുന്ന സമയത്തും അഡ്മിഷൻ സമയത്തും ഒക്കെ ഫോട്ടോ ID പ്രൂഫായിട്ട് ഏറ്റവും അധികം നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ആധാറാണ്. കീമിലേക്ക് എത്തുമ്പോഴും ആധാർ തന്നെയാണോ, ഇങ്ങനെയാണോ? ഇല്ല, കീമിന് അതുമായിട്ട് യാതൊരു പ്രസക്തിയുമില്ല. ഒരു തരത്തിലുള്ള വെരിഫിക്കേഷനും ആധാറുമായിട്ടില്ല. ആധാറിൻ്റെ നമ്പർ എൻ്റർ ചെയ്യണമെന്ന് പോലും ഇല്ല, അത് ഓപ്ഷനിലാണ്. ആധാർ പോലും വേണമെന്നില്ല. ഒരു ഫോട്ടോ ID പ്രൂഫ്, പരീക്ഷയ്ക്ക് കേരള എഞ്ചിനീയറിങ്ങിന് പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഫോട്ടോ ID പ്രൂഫ്, സ്കൂളിൻ്റെ ഹോൾ ടിക്കറ്റോ ഏതെങ്കിലും ഒരു ID പ്രൂഫ് ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മെഡിക്കലിന് അതും ഇല്ലല്ലോ, പരീക്ഷയില്ലല്ലോ, അപേക്ഷിച്ചാൽ മാത്രം മതി. അപ്പോൾ കേരളയും ആധാറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് അപ്ഡേറ്റ് ചെയ്യണമെന്നോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇല്ല. സാർ പറഞ്ഞപ്പോൾ ഒത്തിരി ആപ്ലിക്കേഷനൊക്കെ ഇത്തരത്തിലുള്ള എററുകളൊക്കെ വന്നിട്ടുണ്ട്. കേരള എൻട്രൻസ് കമ്മീഷനുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ നേരത്തെ തന്നെ സർട്ടിഫിക്കറ്റ് മേടിച്ച് കൃത്യമായിട്ട് അതിനെ വെരിഫൈ ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അത്രയധികം മെമ്മോ വന്നത്. അതെ, ഇത്തവണയ്ക്കാണെങ്കിലും ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഒരുപക്ഷെ തെറ്റ് സംഭവിക്കാം, അങ്ങനെ തിരുത്താനുള്ള അവസരങ്ങൾ ഉണ്ടാവുമോ സാർ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ അപ്ലൈ ചെയ്തു ഒരു മെമ്മോ വന്നു അല്ലെങ്കിൽ ഒരു എറർ വന്നു എന്ന് വിചാരിച്ച് ഒരു കാരണവശാലും ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യില്ല. അത് തിരുത്താനായിട്ട് ധാരാളം അവസരങ്ങളുണ്ട്. പല അവസരത്തിൽ നമുക്ക് മെമ്മോകൾ തരും. ഇത് തിരുത്ത്, നിങ്ങൾ കേരളൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കറക്റ്റ് അല്ല, നിങ്ങൾ നോൺ ക്രിമിനൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് അല്ല, നിങ്ങൾ മൈനോറിറ്റി കറക്റ്റ് അല്ല, NRI കറക്റ്റ് അല്ല. അഡ്മിഷൻ സമയം വരെ റെഗുലറായിട്ട് നമുക്ക് മെമ്മോ തന്ന് നമ്മളെ കൊണ്ടത് കറക്റ്റ് ചെയ്യും. അപ്ലൈ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോകുന്നൊരു സംഭവമില്ല. പക്ഷേ നമുക്ക് പ്രവേശനത്തിന് വേണ്ട രേഖകൾ പ്രധാനപ്പെട്ടത് ഏറ്റവും എല്ലാവരും അപ്ലോഡ് ചെയ്യേണ്ടത് ഈ കാര്യങ്ങളാണെന്നുള്ളത് മാത്രം. സാർ, അപ്പോൾ ബാക്കിയുള്ള റിസർവേഷൻസും കാര്യങ്ങളുമൊക്കെ എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ കീവിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യേണ്ട, എല്ലാവരും അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഓരോരോ കാറ്റഗറി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പം ഈഴവ റിസർവേഷൻ, മുസ്ലിം റിസർവേഷൻ, ബാക്ക്വേർഡ് ഹിന്ദു, വിശ്വകർമ്മ, ലാറ്റിൻ കാത്തലിക്സ്, അതുപോലെ തന്നെ OEC വിഭാഗങ്ങൾ, SC വിഭാഗം, ST വിഭാഗം, EWS വിഭാഗം, മൈനോറിറ്റി വിഭാഗം, NRI വിഭാഗം, എക്സ് സർവീസ്മെൻ വിഭാഗം, സ്പോർട്സിൻ്റെ റിസർവേഷൻ, NRI സീറ്റുകൾ, അതുപോലെ തന്നെ സർവീസിൽ, സൈന്യത്തിൽ, ആർമിയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, ജോലി ചെയ്തുകൊണ്ടിരിക്കെ തന്നെ മരണപ്പെട്ടവരുടെ മക്കളാണെങ്കിൽ, ജോലി ചെയ്തുകൊണ്ടിരിക്കെ തന്നെ അംഗവൈകല്യം ഉണ്ടായവരുടെ മക്കളാണെന്നുണ്ടെങ്കിൽ, കൃഷിക്കാരുടെ മക്കളാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ രജിസ്റ്റേർഡ് ഫിഷർമാൻമാരാണെങ്കിൽ മക്കളാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ 30-ൽ പരം റിസർവേഷനുകളും അതിൻ്റെ സർട്ടിഫിക്കറ്റുകളും ഒക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ചുമായിട്ട് നമ്മൾ തന്നെ പ്രതിപാദിക്കേണ്ടതായിട്ടുണ്ട്. അത് ഈ ഒരു എപ്പിസോഡിൽ എനിക്ക് അതിനൊരു സാവകാശം ഉണ്ടാവുകയില്ല. ഇപ്പോൾ ഡിസംബർ മാസമല്ലേ ആകുന്നതല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും ധാരാളം സമയം ഇനി അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ളൊരു അവബോധം ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് നമ്മൾ നേരത്തെ ഇത് പറയുന്നത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിലെല്ലാം ഓരോന്നിനെക്കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുകയും ചെയ്യാം. യെസ്, അപ്പോൾ തീർച്ചയായിട്ടും +2-ന് ശേഷം ഉള്ള വൈവിധ്യമാർന്ന ഒരു എൻട്രൻസ് ലോകത്തെയാണ് സാറിന് പരിചയപ്പെടുത്തിയത്. അവിടെ തന്നെ തീർച്ചയായിട്ടും ഒരുപാട് വിദ്യാർത്ഥികളും മാതാപിതാക്കൾക്കുമൊക്കെ ഓരോ എൻട്രൻസ് എക്സാമുകളെക്കുറിച്ച് അറിയുമ്പോഴും എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതിലൊന്നും ഒരു തെറ്റ് വരാൻ പാടില്ല എന്നൊക്കെ ഓർക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് നൽകണം. ഇതൊരു നമ്മൾ സ്ഥിരം പറയുന്ന പോലെ നീറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമുള്ള ഒരു എപ്പിസോഡല്ല. നീറ്റ് ഓറിയൻറ്റഡ് ആയിട്ടോ ബെർലിനിലെ കുട്ടികൾക്ക് മാത്രമായിട്ടുള്ളതോ ഒന്നുമല്ല. നമ്മുടെ മലയാളികളായിട്ട് കേരളത്തിൽ കാണുന്നവരും കേരളത്തിന് പുറത്തുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കാണുന്നവർക്കും ലോകത്തിൽ
എവിടെ ഇരുന്നും നമ്മളെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, ഇതൊക്കെ അറിയാൻ സാധിക്കുന്ന എല്ലാവരിലും എത്തിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തം പോലെ തന്നെ നമ്മളുടെ ഓരോരുത്തരുടെയും അതെ, നമ്മുടെ അത് പ്രേക്ഷകരുടെ ഉത്തരവാദിത്തമാണ്. യെസ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ ഒരു വലിയൊരു നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഞങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോഗ്രാമൊക്കെ ഏറ്റവും വലിയൊരു വിജയത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കൃത്യമായി ഗൈഡ് ചെയ്ത് നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ ശിവൻ സാറും ബ്രില്യൻറ്റും ഒക്കെ ഒപ്പമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ലോകമെമ്പാടും ഇരുന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.